ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിന്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. ഇപ്പോഴത്തെ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ബുംറ മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. ബുംറ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ പഞ്ഞിക്കിട്ടു. സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ എൽഗാർ 185 റൺസാണ് അടിച്ചുകൂട്ടിയത്. താരത്തിന് ഡബിൾ സെഞ്ചുറി നഷ്ടമായി. അപ്പോൾ ഇന്നത്തെ കളിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 245 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാഹുൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫസ്റ്റ് ഇന്നിംഗ്സിന് സൗത്ത് ആഫ്രിക്ക ഇറങ്ങി. ഇപ്പോഴത്തെ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. 408 റൺസിനാണ് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയിരിക്കുന്നത്. അവർക്ക് 161 റൺസിന്റെ ലീഡുണ്ട്. ഇന്ന് ഇന്ത്യ മികച്ച ബൗളിംഗ് പുറത്തെടുത്തതായിരുന്നു. എന്നാൽ എൽഗാറാണ് ഇന്ത്യക്ക് പണി തന്നത്. താരം ഇന്ന് 185 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇന്ത്യൻ ബൗളേഴ്സിനെ എൽഗാർ അടിച്ചു പുറത്തി. പിന്നീട് ഇന്ത്യ എൽഗാറിനെ പുറത്താക്കി. എന്നാൽ അവസാനം മാർക്കോ ജാൻസനും അടിച്ചു കളിച്ചു. താരം ഇപ്പോൾ 84 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ജാൻസൺ നോട്ട് ഔട്ടാണ്. കളി 408 റൺസിൽ ഓൾ ഔട്ടാക്കാൻ സഹായിച്ചത് ബുംറയാണ്. ബുംറയ്ക്ക് ഇന്ന് 4 വിക്കറ്റ് ലഭിച്ചു. ആ പഴയ ബുംറ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് ബോളിംഗ് ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ വിക്കറ്റ് ഉണ്ട്. ബുംറയ്ക്ക് 4ഉം സിറാജിന് 2 വിക്കറ്റ് ലഭിച്ചു. അതുപോലെ അശ്വിൻ, പ്രസിദ്ധ് കൃഷ്ണ, ഷർദുൽ താക്കൂർ എന്നിവർക്ക് ഓരോ വിക്കറ്റുമുണ്ട്. പക്ഷേ ഈ ഒരു ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യക്കാണ് പണി കിട്ടിയിരിക്കുന്നത്. കാരണം അവർക്ക് 161 റൺസിന്റെ ലീഡുണ്ട്. ഇനി ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ 250 റൺസിന് ഓൾ ഔട്ട് ആയാലും കളി ഇന്ത്യയുടെ കൈവിട്ടു പോകും. പിന്നെ അവർക്ക് സെക്കൻഡ് ഇന്നിംഗ്സിൽ വെറും 100 റൺസ് എടുത്താൽ ജയിക്കാം. നിലവിലെ അവസ്ഥ വെച്ച് ടെസ്റ്റ് ഇന്ത്യ തോൽക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ നല്ല കളി പുറത്തെടുക്കണം. ഇന്നും നാളെയും ഔട്ട് ആവാതെ ഒരു 450 റൺസ് എടുത്താൽ ഇന്ത്യക്ക് പിന്നെ ടെസ്റ്റ് ജയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സമനിലയിലേക്ക് എത്തിക്കാം. അല്ലെങ്കിൽ ടെസ്റ്റ് സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് 3-ാം ദിവസമാണ്. ഇനിയും 2 ദിവസമുണ്ട്. ഇപ്പോൾ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.